അലിഹി വസ്ഹബിഹി വസല്ലം. ഇനി റുക്കൂഇൽ പാലിക്കേണ്ടുന്ന സുന്നത്തുകളാണ് സംസാരിക്കുന്നത്. നിസ്കാരത്തിൻ്റെ പ്രാരംഭത്തിലുള്ള സുന്നത്തുകൾ, ഖിയാമിലുള്ള സുന്നത്ത്, ഫാത്തിഹയോടനുബന്ധമായ സുന്നത്തുകൾ ഒക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി റുക്കൂഉമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ്. അപ്പോൾ റുക്കൂഉം സുജൂദും അങ്ങനെ നിസ്കാരത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന സുന്നത്തുകളൊക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തത് കാരണം വലിയ നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിൽ രാജാതിരാജനായ നമുക്കെല്ലാം തന്ന് നമ്മെ പോറ്റി വളർത്തുന്ന, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ യാതൊരു അദബും ഇല്ലാതെ അവിടെ അവൻ എങ്ങനെയാണോ അള്ളാഹു അവൻ്റെ മുമ്പിലേക്ക് പോയി നിൽക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞത്, ആ സുന്നത്തുകളും അദബുകളും ഒന്നും പാലിക്കാതെ നിൽക്കുന്ന രീതി പലപ്പോഴും ആക്ഷേപാർഹമാണ്, ശരിയല്ല. എന്നാലോ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നതിന് യാതൊരുവിധ പ്രാക്ടീസും ചെയ്യാതെ അള്ളാഹുവിലേക്ക് മുന്നിടുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ബാക്കി ഏത് ജോലിക്കാർക്കും നിങ്ങൾ നോക്കൂ, അതിനൊക്കെ പ്രാക്ടീസുകളുണ്ട്, അതിന് കൃത്യമായ പരിശീലനങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. എയർ ഹോസ്റ്റേഴ്സിന്, അതുപോലെ തന്നെ സെയിൽസ്മാൻമാർക്ക്, അതുപോലെ തന്നെ ഏത് പോലീസുകാർക്ക്, ഏത് വിഷയത്തിലായാലും ഓരോ വിഷയത്തിലും എന്താകുന്നുണ്ട്, അതിൻ്റേതായ പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. കസ്റ്റമേഴ്സിനെ എങ്ങനെ നേരിടണം, അവർക്ക് ചിരിക്കാനുള്ള പരിശീലനം നൽകുന്നവരുണ്ട്. പിന്നെ ഓടാനും ചാടാനും നടക്കാനും വരെയുള്ള പരിശീലനം നൽകി പല ജോലികളിലും പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ നിൽക്കേണ്ടതെന്തോ, എങ്ങനെ കാല് വെക്കണം, എങ്ങനെ കൈവെക്കണം, ഈ വക പരിശീലനങ്ങളിൽ തീരെ താല്പര്യമില്ലാത്ത ഒരു വിഭാഗമായി നമ്മൾ മാറിപ്പോകരുത്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ശിഷ്യന്മാരൊക്കെ, മദ്രസയിലുള്ള കുട്ടികളൊക്കെ നിസ്കാരം ഒരു മാമൂലാക്കി പെട്ടെന്ന് തന്നെ തീർത്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് ഫർദ് മാത്രം എടുത്താൽ മതിയല്ലോ, ബാക്കിയുള്ളൊക്കെ സുന്നത്തല്ലേ എന്നുള്ളൊരു തരം താണ ഒരു ചിന്താഗതി അത് നമുക്കുണ്ടാവാൻ പാടില്ല. അത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും പാടില്ല. ഞാനിത് ആമുഖമായി പറയാൻ കാരണം, ഇത്തരം വിഷയങ്ങളിൽ വലിയ വീഴ്ച വരുന്നത് കൊണ്ട് നമ്മുടെ നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് തന്നെ ചിലപ്പോൾ കോട്ടം സംഭവിക്കാം. അപ്പോൾ സുന്നത്തല്ലേ എന്ന് കരുതി അവഗണിക്കേണ്ടതല്ല. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കേണ്ടത്. അവൻ എപ്രകാരമാണോ എന്നോട് അവൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നത്, ആ നിലയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് കൊടുക്കണം. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ ഒരു ദഫ് കളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കൗട്ട് കളിക്കുന്നുണ്ടെങ്കിൽ, അവിടെ ഒരു സ്റ്റെപ്പ് മാറിപ്പോയാൽ നമ്മൾ പറയും ഫൗളാണ്, ആ ദഫ് തീരെ ശരിയല്ല, ആ സ്കൗട്ട് ശരിയല്ല, അല്ലെങ്കിൽ അവൻ്റെ ചുവടുവെപ്പ് ശരിയല്ലാത്തത് കൊണ്ട് അവനെ ഒഴിവാക്കണം, അവനെ കളിക്കാൻ പറ്റൂല. എത്ര പെട്ടെന്നാണ് നമ്മളൊരു നേരിയ സ്റ്റെപ്പ് മാറുമ്പോഴേക്ക് ഒരു കളിയിൽ നമ്മൾ പുറത്താക്കുന്നത്. അതേസമയം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് കാല് വെക്കേണ്ടതെന്നോ എങ്ങനെ കൈവെക്കണമെന്നോ യാതൊരു വിധ ചിന്തയും നമുക്കുണ്ടാവാറില്ല. അതൊക്കെ സുന്നത്തുകളല്ലേ, ഫർദ് മാത്രം എടുത്താൽ മതി എന്നുള്ളൊരു ധാരണ വന്നുപോയി. അതേസമയം യോഗയോ മറ്റോ ആണെങ്കിൽ എത്ര കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് ചില ആളുകളൊക്കെ യോഗ ചെയ്യുന്ന, മുസ്ലിമീങ്ങളൊക്കെ ആവാറുണ്ട് ചിലപ്പോൾ അതിൽ. അപ്പോൾ അതിൽ കാല് വെക്കേണ്ട രീതി, കൈവെക്കേണ്ട രീതി, മനസാന്നിധ്യത്തിൻ്റെ രീതി, അങ്ങനെ പലതും എന്താകുന്നുണ്ട്, വേറെ വേറെ പരിശീലനം കൊടുത്തിട്ട് ചെയ്യുന്നവരാണ് അതിലുള്ളത്. മാഷാ അല്ലാഹ്. നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ, പണ്ട് മദ്രസയിൽ 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിപ്പിക്കുന്ന സമയത്ത് ഉസ്താദ് എപ്പോഴോ ഹൗലും കരക്ക് പോയി ഒന്ന് ഉളുവെടുത്ത് കാണിച്ചു തന്ന ഒരു വന്തം മാത്രം. അതിനുശേഷം അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതിനെക്കുറിച്ച്, നിസ്കാരത്തിനെക്കുറിച്ച് എങ്ങനെ കാല് വെക്കണം, എങ്ങനെ കൈവെക്കണം എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എന്തൊക്കെ അദബുകളാണ് പാലിക്കേണ്ടതെന്ന് വ്യക്തമായി ഒന്ന് ചോദിച്ച് പഠിക്കാനൊന്നും പലപ്പോഴും ഞാൻ സാധാരണക്കാരെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഒരുപാട് ഉസ്താദന്മാരൊക്കെ ഉണ്ട്, ഞാൻ അദബുകേട് പറയല്ല. എല്ലാവരും സാധാരണക്കാരായ ആൾക്കാരടക്കമുള്ള ഒരു വേദി ആയതുകൊണ്ട് ഉണർത്തുന്നതെന്ന് മാത്രം. ഞാൻ എൻ്റെ നഫ്സിനെ തന്നെയാണ് ആദ്യം ബോധവൽക്കരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് സുജൂദിൽ എങ്ങനെയാണ് കുനിയേണ്ടത്, എങ്ങനെയാണ് അവിടെ കൈവെക്കേണ്ടത്, എന്താണ് ചെല്ലേണ്ടത്, ഇഅ്തിദാലാവുമ്പോൾ, സുജൂദാവുമ്പോൾ കൃത്യമായ ആ പോയിന്റിൽ അവയവങ്ങളുടെ ഖുശൂ പാലിക്കുമ്പോഴാണ് നിസ്കാരത്തിൻ്റെ ഖുശൂ പൂർണ്ണമാകുന്നത്. അതെല്ലാ കിതാബുകളിലും പ്രത്യേകം പറഞ്ഞിട്ട് കാണാം. അപ്പോൾ കൈ കെട്ടേണ്ടത് എങ്ങനെയാണ്, എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ, കയ്യും കാലും വെക്കേണ്ട രീതികളൊക്കെ കൃത്യമായി പാലിച്ചാൽ നല്ല നിസ്കാരമായി മാറും. പുറമേ കാണുമ്പോൾ തന്നെ നിസ്കാരത്തിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ അത് കാരണം
അള്ളാഹു താല നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾ സ്വീകരിക്കട്ടെ. ഞാൻ നീട്ടുന്നില്ല. ഏതായാലും കിതാബിലേക്ക് കടക്കുകയാണ്. വളുഉ റാഹത്തൈഹി അലാ റുക്ബത്തൈഹി, അവൻ്റെ രണ്ട് ഉള്ളംകൈയും രണ്ട് മുട്ടിൻ്റെ മേൽ വെക്കുക. രണ്ട് ഉള്ളംകൈ മുട്ടിൻ്റെ മേൽ വെക്കുക റുക്കൂയിൽ. അപ്പോൾ റുക്കൂയിൽ അത് വെക്കൽ നിർബന്ധമില്ല. നേരത്തെ റുക്കൂ എന്ന് പറഞ്ഞാൽ കുനിയലാണ് നിർബന്ധം എന്ന് പറഞ്ഞ്. അപ്പോൾ അത് വെക്കൽ പ്രത്യേകം സുന്നത്താണ്. ആ രണ്ട് മുട്ടും പിടിക്കുക. അത് കിബിലക്ക് നേരെയാകുന്ന രൂപത്തിൽ കൈകളൊക്കെ അങ്ങനെ അലസമായി എവിടെയൊക്കെ പിന്നെ വിടർത്തി വെക്കലല്ല, ഒരു മിതമായ നിലക്ക് തുറന്ന് വെച്ചിട്ട് അത് കിബിലക്ക് നേരെ തന്നെ വിരലുകളൊക്കെ വരുന്ന രൂപത്തിൽ അങ്ങനെ വെക്കലാണ് അതിൻ്റെ പൂർണ്ണമായ രീതി. തസ്വിയത്തു ലഹിരും ഉനുഖിൻ ഫിർ റുക്കൂഇ, റുക്കൂഇൽ മുതുകും പിരടിയും ഒക്കെ സമമാക്കി വെക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഹദീസിലൊക്കെ പ്രത്യേകം തൊലബുള്ള ഒരു വിഷയമാണ്. എന്തെന്ന്, റുക്കൂഇൽ മുതുകും പിരടിയും സമമാക്കി വെക്കുക. അല്ലാത്ത നിലക്ക് വെക്കുമ്പോൾ കറാഹത്ത് വരെ വരാം. അപ്പോൾ നേരെ എന്താണ്, ഒറ്റ പലക പോലെ മുതുകും പിരടിയും സമമാക്കി വെക്കുക. പിന്നെയോ വഅൻ യഖൂല ഫീഹി, ആ റുക്കൂഇൽ ചൊല്ലുക സുബ്ഹാന റബ്ബിയൽ അദീമി വബിഹംദിഹി എന്ന് ചൊല്ലുക. ഉന്നതനായ എൻ്റെ റബ്ബിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ സ്തുതിക്കലോടുകൂടെ. അപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും തസ്ബീഹും ഹംദും ഒക്കെ ഉൾക്കൊള്ളുന്ന സുബ്ഹാന റബ്ബിയൽ അദീമി വബിഹംദിഹി എന്ന സലാസൻ 3 വട്ടം പറയുക. മൂന്നിനേക്കാൾ കുറഞ്ഞത് പറയുന്നത് കറാഹത്താണ്. വാഖിയ സൂറത്തിൽ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം എന്ന് ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജഅലുഹാ ഫീ റുക്കൂഇക്കും, ആ തസ്ബീഹ് നിങ്ങൾ റുക്കൂഇൽ ചൊല്ലണം കേട്ടോ, സുബ്ഹാന റബ്ബിയൽ അദീമി വബിഹംദിഹി. അപ്പോൾ 3 വട്ടം. അത് ഇനിയും വർദ്ധിപ്പിക്കാം. പൊതുജമാഅത്തിൻ്റെ ഇമാമല്ല എങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് സ്കരിക്കുന്നവരോ മറ്റോ ആണെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ ദീർഘിപ്പിക്കാം. 11 വരെ ആക്കുമ്പോൾ ഇത് അതിനൽ കമാലാണ്. 3 എന്നുള്ളത് 11 വരെ ആക്കാം. അതിൻ്റെ പൂർണ്ണമായ അഫ്ളലായ രീതിയാവും. അതുപോലെ തന്നെ അതിനോടൊന്നിച്ച് അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅ ലക സമഈ വബസറി വമുഖി വഇൽമി വഅസ്ബി വമസ്തഖല്ലത് ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ദിക്റുണ്ട്, അതും ചൊല്ലാം. അപ്പം 3 വട്ടം തസ്ബീഹ് ചൊല്ലിയിട്ട് ആ ദിക്റും കൂടി ചെല്ലുന്നതാണ് കുറച്ചുകൂടി നല്ല രീതി. ഏതായാലും അതൊക്കെ നമുക്ക് അറിയാവുന്നതാണെന്ന് ഉണർത്തിയെന്ന് മാത്രം. വഫീ റഫ്ഇഹി മിൻഹു, ആ റുക്കൂഇൽ നിന്ന് ഉയരുന്ന സന്ദർഭത്തിൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദഹ് എന്ന് പറയുക. വഫീ ഇഅ്തിദാലിഹി, ഇഅ്തിദാലിൽ എന്താണ് പറയേണ്ടത്, റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദി വമിൽ അമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്. അല്ലാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കുകയാണ്, ഒരുപാട് സ്തുതിക്കാനുള്ള ആഗ്രഹ പ്രകടനം നടത്തുകയാണ്. റബ്ബനാ ലക്കൽ ഹംദ്, റബ്ബേ നിനക്കാണ് സർവസ്തുതിയും, മിൽ അസ്സമാവാതി വമിൽ അൽ അർദി, ആകാശം നിറയെ ഭൂമികൾ നിറയെ, ഭൂമി നിറയെ ആകാശങ്ങൾ നിറയെ, മിൽ അമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്, അതിനുശേഷം എന്തെല്ലാം വസ്തുക്കൾ, നമുക്കിപ്പോൾ ഭൂമിയോ ആകാശമൊക്കെ അറിയുള്ളൂ, അതിൻ്റെ അപ്പുറം എന്തെല്ലാം നീ ഉദ്ദേശിക്കുന്ന വസ്തുക്കളുണ്ടോ അതൊക്കെ നിറയെ നിനക്കാണ് സ്തുതി എന്ന് പറയുന്ന അള്ളാഹുവിനുള്ള ഹംദ് പ്രഖ്യാപിക്കുക, സമർപ്പിക്കുക എഴുത്തുദാലിൽ. എന്നിട്ടോ അവിടെയും പിന്നെ അതിനുശേഷം ദിക്ർ ചൊല്ലാനുണ്ട്, കൂടുതലില്ല. എഴുത്തുദാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഖസ്വീറായ ഫർളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു ശേഷം അറിയുന്നവരങ്ങനെ ആ ദിക്റും കൂടി ചൊല്ലുക. അഹ്ല സനാഇ വൽ മജ്ദി അഹഖു മാ ഖാലൽ അബ്ദു വകുല്ലുനാ ലക അബ്ദുൻ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്നുകൂടി ചൊല്ലൽ സായിദയാക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ അത് പൊതുജമാഅത്തിൻ്റെ ഇമാമിനില്ല കേട്ടോ. റഫ്ഉൽ യദൈനി ഫിൽ ഖുനൂതി, കുനൂത്തിൽ 2 കൈയും ഉയർത്തുക. ഹദവ മങ്കിബൈഹി, അവൻ്റെ ചുമലിന് നേരെ. ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ കൃത്യമായ അദബുകളൊക്കെ പാലിച്ച് നിസ്കരിക്കാൻ താല്പര്യമുള്ളവർ അത് കൃത്യമായി കേട്ട് അത് ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. സംശയങ്ങളൊക്കെ ഉസ്താദുമാരോട് ചോദിച്ച് നിവാരണം നടത്തേണ്ടതുണ്ട്. ഹദവ മങ്കിബൈഹി, തൻ്റെ ചുമലിന് നേരെ എന്താക്കുക, കൈ ഉയർത്തുക. വജഹ്റു ഇമാമിൻ ബിഹി, കുനൂത്ത് കൊണ്ട് ഇമാമ് ഉച്ചത്തിലാക്കുക, ജഹ്റാക്കുക. അപ്പോൾ ഇമാമ് ഉച്ചത്തിലാണ് കുനൂത്ത് ഓതേണ്ടത്. തഅ്മീനു മഅ്മൂമിൻ, മഅ്മൂമ ആമീൻ പറയുക. സമിയ കുനൂത്ത ഇമാമിഹി, ഇമാമിൻ്റെ കുനൂത്ത് കേട്ട മഅ്മൂമ്. സമാഅൻ മുഹഖഖൻ, യഥാർത്ഥ കേൾവി കേട്ട, അതായത് ശരിക്ക് എന്താണ് പറയുന്നതെന്ന് തിരിഞ്ഞുകൊണ്ട് ലഫ്ദുകൾ വേർതിരിഞ്ഞ് തമ്മീസായി കിട്ടുന്ന രൂപത്തിൽ കേൾക്കുന്ന മഅ്മൂമ് ആമീൻ ആമീൻ എന്ന് പറയണം. ഏതിനിക്കല് ദുആഇ മിൻഹു, അതിലുള്ള ദുആഇനിക്ക്. പിന്നെ ഏതിലുള്ള ദുആഇനിക്ക്,
കുനൂത്തിലുള്ള ദുആഇനിക്കാണ് ആമീൻ പറയേണ്ടത്. അപ്പോൾ കുനൂത്തിൽ ദുആ ഉണ്ട്, സനാവും ഉണ്ട്, സ്വലാത്തും ഉണ്ട്. ഒന്നിക്കൽ മൂന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വലാത്തിനെയും ദുആയിൽ പെടുത്തുക. അപ്പോൾ ദുആ ഉണ്ട്, സനാവും ഉണ്ട്. അപ്പോൾ സനായിൽ ആമീൻ പറയേണ്ടതില്ല, സനായിൽ കൂടെ പറയുകയാണ് വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ദുആയിലാണ് ആമീൻ പറയേണ്ടത്. അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത് എന്ന് തുടങ്ങി അവിടേക്ക് ആമീൻ പറയുക. ഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക് എന്ന് പറയുമ്പോൾ അവിടെ മുതൽ സനാ ആണ്. അവിടുന്ന് എന്താക്കുക, പിന്നെ ഒന്നിച്ച് പറയുകയാണ് വേണ്ടത്. അത് മഅ്മൂമ് പതുക്കെയാണ് അതും പറയേണ്ടത്. ഇമാമൊച്ചത്തിൽ തന്നെ പറയും, മഅ്മൂമ് പതുക്കെയാണ് പറയേണ്ടത്. ശേഷമുള്ള സ്വലാത്ത് ഇമാമ് ചൊല്ലുമ്പോൾ മഅ്മൂമിന് ഒന്നിച്ച് ചൊല്ലൽ സുന്നത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, സ്വലാത്ത് ചൊല്ലുന്ന സമയത്തും മഅ്മൂമ് ആമീനാണ് പറയേണ്ടത്. പിന്നെയോ വസ്സലാത്തു അല നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി ഫീഹി. ഖുനൂത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും ആലിൻ്റെ പേരിലും സ്വലാത്ത് ഇല്ല. അപ്പോൾ ഖുനൂത്തിൽ പിന്നെ ദുആഉം സനാഉം കഴിഞ്ഞതിന് ശേഷം വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദുനാ മുഹമ്മദിൻ വഅലാ ആലിഹി രണ്ടും കൂടി പറയണം. സ്വലാത്ത് നബി തങ്ങളുടെ പേരിലും ആലിൻ്റെ പേരിലും എന്താകുക, സ്വലാത്ത് ഇല്ല. അതും സുന്നത്താണ്. വ ഇത്യാനു ഇമാമിൻ ബിസ്വീഖത്തി ജംഇൻ ഫീഹി. പിന്നെ ഇമാമ് എന്താക്കുക, ആ കുനൂത്തിൽ ജംഇൻ്റെ സ്വീഖ കൊണ്ടുവരണം. അല്ലാഹു മഹ്ദിനി എന്നല്ല പറയേണ്ടത്. ഇമാം ആകുമ്പോൾ അല്ലാഹു മഹ്ദിനാ ഫീമൻ ഹദൈത് അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ അല്ലാഹു മഹ്ദിനി എന്ന് പറയൽ കറാഹത്താണ്. അല്ലാഹു മഹ്ദിന എന്നാണ് പറയേണ്ടത്. പിന്നെ മഅ്മൂമിങ്ങൾ ആ സമയത്ത് ആമീൻ പറയണം. അല്ലാഹു മഹ്ദിന അത് നമ്മൾ പറഞ്ഞല്ലോ. വഫീ ദുആഇ തശഹുദി, ഈ നുസ്ഖയിലും അങ്ങനത്തെ ഞാൻ ഇപ്പോൾ നോക്കുന്ന കിതാബിൻ നുസ്ഖയിൽ അങ്ങനെയാണ് ഉള്ളത്. അപ്പം ഖുനൂത്തിലെ ദുആയിലും വഫീ ദുആഇ തശഹുദി, തശഹുദിലെ ദുആയിലും അത്തഹിയ്യാത്തിൻ്റെ ദുആ ചെയ്യുമ്പോഴും പിന്നെ ഇമാമ് ജംഇൻ്റെ സ്വീഖയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ അത്തഹിയ്യാത്തിൻ്റെ നമ്മൾ സാധാരണ ചൊല്ലാറുള്ള ആ ദുആയിലെ ഹദീസിൽ വന്ന ദുആ വാരിദായ രൂപത്തിൽ അങ്ങനെ തന്നെയാണ് ചൊല്ലേണ്ടത്. അവിടെ ജമ്മാക്കേണ്ടതില്ല എന്നാണ് എന്താണ് ഫിഖിഹിൻ്റെ പ്രബലമായ മറ്റ് കിതാബുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ അതായത് പിന്നെ അല്ലാഹു മഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ സറർതു എന്നുള്ളത് അല്ലാഹു മഗ്ഫിർ ലനാ മാ ഖദ്ദംന അങ്ങനെ ജമ്മാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ അനുസരിച്ചിട്ട് ഇപ്പം എന്താണ്, സുബ്ഹിൻ്റെ കുനൂത്തിലും പിന്നെ സുബ്ഹിൻ്റെ കുനൂത്തൊന്നുമില്ല, കുനൂത്തിലും അതുപോലെ തന്നെ തശഹുദിൻ്റെ ദുആയിലും ജമ്മാക്കണം. ഫയുക്റഹു തഖ്സീസു നഫ്സിഹി, കുനൂത്തിൽ സ്വന്തം നഫ്സിനെ ഖാസാക്കൽ കറാഹത്താണ് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം. ഇമാമിനാണ് പറയുന്നത്. ഇമാമ് സ്വന്തം നഫ്സിനെ ഖാസ അല്ലാഹു മഹ്ദിനി ഫീമൻ ഹദൈത എന്ന് പറയൽ കറാഹത്താണ്.